ന്യൂട്രീഷൻ ഇൻ അമീബ ആൻഡ് ഹൈഡ്ര. സിംപ്ലർ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആയിട്ടുള്ള അമീബയിലും സ്ലൈറ്റ്ലി ഹയർ ഓർഗാനിസംസ് ആയിട്ടുള്ള ഹൈഡ്രയിലും എങ്ങനെയാണ് ന്യൂട്രീഷൻ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം അമീബയുടെ കേസ് പറയാം. അമീബ ഒരു ഫുഡിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അമീബയിൽ സ്യൂഡോപോഡിയ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞാൽ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ പോലെയാണ്. ഈ സ്യൂഡോപോഡിയ ഉപയോഗിച്ചിട്ടാണ് ഇത് ഫുഡ് എൻഗൾഫ് ചെയ്യുക. എൻഗൾഫ് ചെയ്തതിന് ശേഷം ഇത് ഫുഡ് വാക്യൂളിൻ്റെ ഉള്ളിലെത്തുകയും ഈ ഫുഡ് വാക്യൂളിലുള്ള എൻസൈംസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഡൈജഷൻ ചെയ്യുകയും ചെയ്യുക. അതായത് എൻസൈംസ് ഡൈജസ്റ്റ് ദ ഫുഡ്. ഇത് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്. ആസ് വി നോ ദാറ്റ് അമീബ ഈസ് എ യൂണിസെല്ലുലാർ ഓർഗാനിസം. അതുകൊണ്ട് തന്നെ എന്താണ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ് സംഭവിക്കുക. വൺസ് ദ ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ് ദ റെമനൻസ് ആർ എക്സ്പെൽഡ് ത്രൂ ദ സെൽ സർഫസ്. അതായത് ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കുണ്ടാകുന്ന ബാക്കി വേസ്റ്റസ്, അതായത് വേസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യും, ദ റെമനൻസ് ആർ എക്സ്പെൽഡ് ത്രൂ ദ സെൽ സർഫസ്. അതായത് സെൽ സർഫസ് വഴി, ബോഡി സർഫസ് വഴി തന്നെ എന്താണ് നമ്മളിത് എക്സ്പെൽ ചെയ്യും, വേസ്റ്റ് എക്സ്പെൽ ചെയ്യും. അതായത് നമ്മൾ അമീബ ഫുഡ് അമീബ ഫുഡിനടുത്ത് എക്സ്പോഷർ ആകണമെന്നുണ്ടെങ്കിൽ സ്യൂഡോപോഡിയ ഉപയോഗിച്ചിട്ടാണ് അത് ഫുഡ് എൻഗൾഫ് ചെയ്യാന്ന് പറഞ്ഞു. എൻഗൾഫ് ചെയ്തതിന് ശേഷം ഫുഡ് വാക്യൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫുഡ് ഉള്ള എൻസൈംസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഡൈജഷൻ സംഭവിക്കാന്ന് പറഞ്ഞു. ആ ഡൈജഷൻ സംഭവിച്ചതിന് ശേഷം നമുക്ക് വരുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യും, ബോഡി സർഫസ് വഴി അഥവാ സെൽ സർഫസ് വഴി നമ്മൾ എക്സ്പെൽ ചെയ്യും. ഇനി അടുത്ത ഹൈഡ്രയുടെ കേസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. Hydra paralyzes the prey with the help of tentacles and carries it inside the mouth and then into the body cavity. അതായത് ഹൈഡ്രയ്ക്ക് ഒരുപാട് ടെൻറ്റക്കിൾസ് ഉണ്ടാവും. ഈ കാണുന്ന സ്ട്രക്ചേഴ്സിനെ നമ്മൾ ടെൻറ്റക്കിൾസ് വിളിക്കുക. ഈ ടെൻറ്റക്കിൾസ് ഉപയോഗിച്ചിട്ട് പ്രേനെ ഇത് എന്ത് ചെയ്യും, പാരലൈസ് ചെയ്യും. പാരലൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മൗത്ത് വഴി ഇത് ബോഡി ക്യാവിറ്റി, അത് ബോഡിയുടെ ഉള്ളിലേക്ക് ഇൻടേക്ക് ചെയ്യും. ഇൻടേക്ക് ചെയ്തതിന് ശേഷം the digestion begins in the body cavity by the action of enzymes produced by the cells of inner wall of body cavity. അതായത് ബോഡി ക്യാവിറ്റിയുടെ ഇന്നർ വാൾസിലുള്ള സെൽസ് ഉപയോഗിച്ചിട്ട് ആ സെൽസ് ഒരുപാട് എൻസൈംസ് സെക്രീറ്റ് ചെയ്യും. ഈ എൻസൈംസ് ഉപയോഗിച്ചിട്ട് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യും. ഫ്രം ദ വെരി ഫസ്റ്റ് ഓഫ് ബോഡി ക്യാവിറ്റിയിൽ നിന്ന് എന്താണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതിനർത്ഥം ഇത് ഒരു എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം എൻസൈംസ് ഇൻ ദ ഫുഡ് വാക്യൂൾ കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ദ പാർഷ്യലി ഡൈജസ്റ്റഡ് കോമ്പണൻസ് ദാറ്റ് എൻ്റർ ദ സെൽ. അതായത് ഇവിടുന്ന് പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്ത് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ കോമ്പണൻറ്റുകൾ എന്താണ് സെല്ലിൻ്റെ ഉള്ളിലെത്തിയിട്ട് സെൽസിലുള്ള എൻസൈംസ്, അതായത് ഫുഡ് വാക്യൂളിലുള്ള എൻസൈംസ് ഉപയോഗിച്ചിട്ട് എന്താണ് കംപ്ലീറ്റ് ഡൈജഷൻ സംഭവിക്കും. അതായത് ബോഡി ക്യാവിറ്റിയിൽ നിന്ന് നേരെ സെല്ലുകളിലെത്തും. സെല്ലിൽ നിന്നുള്ള ഫുഡ് വാക്യൂളിലുള്ള എൻസൈംസ് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ഡൈജഷൻ നടത്തും. ഈ കംപ്ലീറ്റ് ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്താണ് റെമനൻസ് ആർ എക്സ്പെൽഡ് ത്രൂ ദ മൗത്ത്. അപ്പോൾ ഒരിക്കൽ കൂടെ ഹൈഡ്രയുടെ ഒരു പാത്വേ പറയാം. ടെൻറ്റക്കിൾസ് ഉപയോഗിക്കുന്നു. ടെൻറ്റക്കിൾസ് ഉപയോഗിച്ചിട്ട് പ്രേനെ പാരലൈസ് ചെയ്യുന്നു. ആ പാരലൈസ് ചെയ്ത പ്രേനെ മൗത്ത് വഴി നമ്മൾ ബോഡി ക്യാവിറ്റിയുടെ ഇൻടേക്ക് എത്തിക്കുന്നു. ബോഡി ക്യാവിറ്റിയിലുള്ള സെൽസിൻ്റെ എൻസൈംസ്, അതായത് ഇന്നർ സെൽസിലുള്ള എൻസൈംസ് ഉപയോഗിച്ചിട്ട് അത് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഡൈജഷൻ പാർഷ്യലി ഡൈജസ്റ്റ് ആയതിനു ശേഷം അത് സെല്ലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഈ സെല്ലിൻ്റെ ഉള്ളിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുഡ് വാക്യൂളിലുള്ള എൻസൈംസ് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ഡൈജഷൻ സംഭവിക്കുകയും ഈ കംപ്ലീറ്റ് ഡൈജഷൻ സംഭവിച്ചതിന് ശേഷം വൺസ് ദ കംപ്ലീറ്റ് ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ് ദ റെമനൻസ് ആർ എക്സ്പെൽഡ് ത്രൂ ദ മൗത്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അമീബയിലും ഹൈഡ്രയിലും ന്യൂട്രീഷൻ സംഭവിക്കുന്നത്.